ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും ഞാനും സ്നേഹത്തോടു കൂടെ തന്നെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് നല്ലൊരു ഞായറാഴ്ച വൈകുന്നേരം എല്ലാവരെയും സ്നേഹത്തോടു കൂടെ തന്നെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, എൻ്റെ പേര് മേഡം പരിചയപ്പെടുത്തി, പ്രീതി എന്നാണ്, കോഴിക്കോടാണ് സ്ഥലം. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നല്ലൊരു അവസരത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു അവസരത്തെ കുറിച്ചിട്ട് അറിയാനാണ്. നിങ്ങളെ ബന്ധുവോ സുഹൃത്തോ ആരെങ്കിലും ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സൂമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക. നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം വൈകുന്നേര സമയം കുറച്ച് സമയം നമ്മൾ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു അവസരത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് അറിയാൻ പോകുന്നത്. അതിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടു കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഹെൽത്ത് ആൻഡ് വെൽത്ത്, നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് അല്ലെ. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് സാമ്പത്തിക നേട്ടത്തിലേക്കും എല്ലാം ആരോഗ്യത്തിലൂടെ നമുക്ക് വലിയൊരു സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്താൻ പറ്റുന്ന വലിയൊരു അവസരത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എല്ലാവരും അറിയാൻ പോകുന്നത്. ആ ഒരു വലിയ അവസരം നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ഒരു കമ്പനിയെ ഏറ്റവും അഭിമാന പുരസ്സരം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കമ്പനിയുടെ പേരാണ് ഇ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ കമ്പനി 2008 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ട്രഡീഷണൽ മാനുഫാക്ചറിങ് ബേസ് കമ്പനിയാണ്. 17 വർഷമായി ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ, സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ മാനുഫാക്ചറിങ് യൂണിറ്റ് എല്ലാം ഉള്ള ഒരു കമ്പനി. നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് 2021 ആക്ട് പ്രകാരം എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന കമ്പനിയാണ്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. അതേപോലെ തന്നെ ആയുഷ് MSME ഡിപ്പാർട്ട്മെന്റിന്റെ അവാർഡുകൾ നേടിയിട്ടുള്ള കമ്പനിയാണ്. നമ്മുടെ കമ്പനിയുടെ MD മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സാഗർ ജോഷി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദൈവതുല്യനായ വ്യക്തി എന്ന് തന്നെ പറയാം. നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ള, ബയോ മാഗ്നറ്റിസത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർ സാഗർ ജോഷി സാറ്. പിന്നെ നമ്മളുടെ മാത്രം ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം, നമ്മുടെ മാത്രം കമ്പനിയുടെ ഒരു അവാർഡാണ്. വേറെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ മാനുഫാക്ചറിങ് സപ്ലൈ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്, പ്രധാന ഓഫീസ്, ഹെഡ് ഓഫീസ് ബോംബെയിലാണ്, മീറ റോട്ടിൽ, താന ഡിസ്ട്രിക്റ്റിലാണ്. 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. കോഹിനൂർ ടവറിൽ ഉണ്ട് മറ്റൊരു ഓഫീസ്. അതേപോലെ തന്നെ ഡൽഹിയിൽ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയാൻ, കേരളത്തിൽ എറണാകുളത്തും ഇതിന്റെ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കമ്പനിയുടെ മറ്റ് ലീഗൽ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. MSME അവാർഡ് നേടിയിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി. അതേപോലെ മോസ്റ്റ് എക്സൈറ്റിംഗ് കമ്പനി ആയിട്ട് 2023 തെരഞ്ഞെടുത്തിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനി. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ ആയിട്ട് 2023 മഹാരാഷ്ട്ര ഗവർണറുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്ന ഒരു പിക്ചറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒട്ടനവധി അവാർഡുകൾ, റിവാർഡുകൾ നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മളുടെയൊക്കെ ഈ ബയോട്ടോറിയം എന്നുള്ള കമ്പനി. ഇത് പ്രധാനമായിട്ടും നമ്മളിലേക്ക് എത്തിക്കുന്നത് വെൽനസ് ആണ്. വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശാരീരികവും മാനസികവും ആരോഗ്യവും ആത്മീയവുമായിട്ടുള്ള ഒരു ആരോഗ്യത്തെയാണ് വെൽനസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മളുടെ ആരോഗ്യം ഏത് സ്ഥിതിയിലാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളുടെ മുഴുവൻ സമയവും നമ്മുടെ സമ്പത്തും എല്ലാം ആ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എല്ലാവരും സമയം കണ്ടെത്തുക. ഹെൽത്ത് ഈസ് വെൽത്ത്, നമ്മുടെ ആരോഗ്യം തന്നെയാണ് സമ്പത്ത്. നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ആ ഒരു 10,000 എന്നുള്ള സംഖ്യയിൽ ആ ഒരു ഒന്നില്ലെങ്കിൽ ബാക്കിയെല്ലാം ശൂന്യമാണ്. കാരണം നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാനും പണം സമ്പാദിക്കാനും നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനും എല്ലാത്തിനും നമ്മൾക്ക് ഹെൽത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
നമ്മൾക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നുള്ളത് അല്ലേ. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ജീവിതശൈലി രോഗങ്ങളാൽ ജീവിതം തകർന്ന് കേരളം ഒരു പത്ര കട്ടിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ എവിടെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ? നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. നമ്മളൊക്കെ ഒരു പേടിക്കേണ്ട അവസ്ഥ തന്നെയാണ്. കോവിഡ് അനന്തര രോഗബാധ 3 ഇരട്ടി വരെ വർദ്ധിച്ചു. ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു കോവിഡിന് ശേഷം നമ്മളുടെ എല്ലാം ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതശൈലി മാറിയതോടുകൂടെ നമ്മുടെ ആരോഗ്യം മോശപ്പെട്ടു വരികയാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾക്ക് എന്താണ് ഒരു സൊല്യൂഷൻ ഉള്ളത്? അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് തന്നെ പറയാം, ബയോമാഗ്നറ്റിക് തെറാപ്പി. അപ്പൊ പുതിയ ആളുകളാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ ഇതിനെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ അറിയാൻ പറ്റും നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു അവസരത്തെ തന്നെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എന്നുള്ളത്. മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ആയുഷ് മിനിസ്ട്രി അപ്രൂവ്ഡ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. നമ്മളുടെ പ്രൊഡക്റ്റിന് ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് 2021 കൊറോണ യോദ്ധ അവാർഡ് ലഭിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയുടെ ഹിസ്റ്ററി കുറെ വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് ബുക്സുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമുക്ക് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല, എത്രയോ വർഷം പഴക്കമുള്ള ഇതിനെ കുറിച്ചിട്ടുള്ള ബുക്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇത്രയും അസുഖങ്ങൾ വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മളുടെ ബോഡിയിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ബേസിക് ആയിട്ട് ഒരു 5 കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മളെ ബോഡിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വലിയ അസുഖത്തിലേക്കൊന്നും പോവാതിരിക്കും. കാരണം നമ്മൾക്കറിയാം നമുക്ക് വായു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വെള്ളം, ഫുഡ്, അതേപോലെ സൺലൈറ്റ്, അതേപോലെ തന്നെ 5ാമത്തെ ഒരു കാര്യം എർത്ത് മാഗ്നറ്റിക്, അതായത് ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ 5 കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യത്തോടുകൂടെ അസുഖങ്ങൾ ഇല്ലാതെ ഇരിക്കും. നമ്മളൊരു 50 വർഷം പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലമായിരുന്നു നമ്മുടെ നാടുകളൊക്കെ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലായിരുന്നു. നമ്മളുടെ വീട് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള വീടുകളായിരുന്നു. അതേപോലെ നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നല്ല നാച്ചുറൽ ആയിരുന്നു, യാതൊരു കെമിക്കലും ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, പൊല്യൂഷൻ ആണ് അല്ലെ. മൊത്തം പൊല്യൂഷനുകളാണ്, ബിൽഡിങ്ങുകളാണ്. നമ്മുടെ വീടുകളെല്ലാം മാറിക്കഴിഞ്ഞു അല്ലെ. നമ്മുടെ ജീവിതശൈലി ടോട്ടലി ചേഞ്ച് ആയി. നമ്മുടെ കൃഷിയിടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല കൃഷി സാധനങ്ങൾ, നല്ല പച്ചക്കറികൾ ഒന്നും ലഭിക്കാതെയായി. ഒക്കെ കെമിക്കൽ അടങ്ങിയതിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ ജീവിത രീതി മാറി. നമ്മുടെ പണ്ടത്തെ വീടുകളല്ല, പണ്ടുള്ള കാലം എന്ന് പറഞ്ഞാൽ നല്ല കട്ടയും കല്ലും ഓടും ഓലയും ഒക്കെ കൊണ്ട് നിർമ്മിച്ച പ്രകൃതിയുമായിട്ട് പഴകി ജീവിക്കുന്ന ആളുകളായിരുന്നു പണ്ടത്തെ ആളുകൾ എന്ന് പറഞ്ഞാല്. ചെരുപ്പിടാതെ ഭൂമിയിൽ പണിയെടുക്കുന്ന, മണ്ണിൽ ചവിട്ടി നടക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് പവർ ഏത് സമയവും കാൽപാദങ്ങളിലൂടെ അവരുടെ ശരീരത്തിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നു. നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പത്ര കട്ടിങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും വലിയ അപകടകരമായ കണ്ടുപിടുത്തം എന്നുള്ളത് നമ്മൾ നോക്കുക അല്ലെ. നമ്മുടെ ആ ഒരു കാൽപാദം, ഭൂമിയുമായിട്ടുള്ള ആ ഒരു ബന്ധം വിച്ഛേദിച്ച ആ ഒരു പാദരക്ഷകളാണ്. നമ്മൾ വിചാരിക്കും വേറെ എന്തൊക്കെയായിരിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള കണ്ടുപിടുത്തം എന്ന്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാദരക്ഷകൾ തന്നെയാണ് അതിലെ ഏറ്റവും വലിയ അപകടകരമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ആ ഒരു ഭൂമിയുമായിട്ടുള്ള ബന്ധം നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയായിരുന്നെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും അതേപോലെ തന്നെ നമ്മുടെ റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മാർഗമായിരുന്നു. നമ്മുടെ ഇന്ന് കാണുന്ന അസുഖങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലും ഓക്സിജൻ ലെവലിലും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ആണ്. അതുമൂലം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പല അസുഖങ്ങളിലേക്കും നമ്മൾ മാറിപ്പോയില്ലേ. വിഷൻ ലോസ് മുതൽ നമ്മുടെ തല മുതൽ പാദം വരെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ക്യാൻസർ പോലുള്ള അസുഖങ്ങളും
മറ്റൊരാളിൽ നിന്ന് പകരാത്ത എല്ലാ പ്രോബ്ലംസും നമ്മളിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലും ഓക്സിജൻ ലെവലിലും വന്നിട്ടുള്ള ആ ഒരു മാറ്റം തന്നെയാണ്. അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതശൈലിയിൽ ഇനി നമ്മൾക്ക് ആർക്കും മാറ്റങ്ങൾ വരുത്താൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് പണ്ടത്തെ ജീവിതശൈലിയിലേക്ക് പോവാൻ നമുക്ക് ആർക്കും പറ്റില്ല. ചെരുപ്പിടാതെ നടക്കാനോ പണ്ടത്തെ പോലെ വീടുകളിലേക്ക് മാറാനോ നമ്മുടെ ജീവിത ശൈലി മാറ്റാനോ ഇനി നമുക്ക് പറ്റില്ല. അപ്പോൾ അത് മാറാതെ തന്നെ നമ്മളുടെ ഈ ഒരു ജീവിതം, ആ ഒരു ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോവാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ അറിയാൻ പോകുന്നത്. ആ ഒരു മാഗ്നറ്റിക് തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു നിയോഡൈമിയം എന്ന് പറയുന്ന റെയർ എർത്ത് ബയോ മാഗ്നറ്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നിയോഡൈമിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കിങ് ഓഫ് ദ മാഗ്നറ്റ് എന്ന് പറയുന്ന നമ്മുടെ സ്പേസിലേക്കൊക്കെ പോകുന്ന നാസ പോലുള്ള ഗവേഷകരൊക്കെ ധരിക്കുന്ന ഒരു സ്യൂട്ടിലും അവരുടെ ഷൂവിലും ഒക്കെ ഈ ഒരു മാഗ്നറ്റ് നിയോഡൈമിയം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 60ാമത്തെ മൂലകം എന്ന് പറയുന്ന ഈ ഒരു റെയർ എർത്ത് ബയോ മാഗ്നറ്റുകളാണ് അവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ആ ഒരു മാഗ്നറ്റിക് പവർ കുറയാനും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും തകരാറ് വരാനും നമ്മുടെ അസുഖത്തിലേക്ക് പോകാനും കാരണമാവും. അതുകൊണ്ടാണ് അവരുടെ സ്യൂട്ടിലൊക്കെ അത് ധരിച്ചിരിക്കുന്നത്. ഇനി നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ടൈം നോക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് യൂസേജ് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ട് യൂസേജ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. അതായത് ആദ്യമായിട്ട് ഒരു ബയോ മാഗ്നറ്റിക് മാട്രസ് പാഡ് ആൻഡ് പില്ലോ പാഡ്. ഈ ഒരു നിയോഡൈമിയം മാഗ്നറ്റുകൾ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ബട്ടൺസ് രൂപത്തിലാക്കിയിട്ടാണ്, നിക്കൽ കവറിങ് കൊടുത്ത് ബട്ടൺസ് രൂപത്തിലെ മാറ്റിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റുകളിലെല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ മൈൻ ചെയ്തെടുത്ത റെയർ എർത്ത് ബയോ മാഗ്നറ്റുകളാണ്. ആ ഒരു ബട്ടൺസ് രൂപത്തിലാക്കിയിട്ടുള്ള മാഗ്നറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ്. അതായത് ഈ ഒരു പില്ലോ പാഡ് നമ്മൾ തലയ്ക്ക് വെക്കുവാനുള്ളതാണ്. നമ്മൾ കിടക്കുന്ന തലയണ വെക്കുന്ന ആളുകളാണെങ്കിൽ കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു എന്തെങ്കിലും ഒരു ഷീറ്റ് വിരിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോ സംബന്ധമായിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം സ്ട്രോക്ക് എന്ന് പറയുന്നതൊക്കെ ദിനം പ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലും സ്ട്രോക്കും അറ്റാക്കും കുഴഞ്ഞു വീണ് മരണവും ഒക്കെ നമ്മൾക്ക് ഇന്ന് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം നമ്മൾക്ക് ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു പില്ലോ പാഡ് തലക്ക് വെച്ച് കിടക്കുകയാണെങ്കിൽ ന്യൂറോ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ വരാൻ ഒരു ഈസി ആയിട്ടുള്ള യൂസേജ് ആണ്. നമ്മുടെ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ, അൾസിമേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ, ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഒരു താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ആളുകളെ പോലെയല്ല. പണ്ടത്തെ ആളുകളുടെ ജീവിതശൈലി തന്നെയാണ് അവരുടെ ആരോഗ്യം എന്ന് പറയുന്നത്. 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങുന്ന ആളുകളായിരുന്നു, ഗാഢനിദ്ര ലഭിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾക്കോ ഫോണിന്റെ ഉപയോഗവും പല ടെൻഷനുകളും കാരണം നമുക്ക് ഉറക്കമില്ലാതായി. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് നമ്മളെ ബോഡിക്ക് ഏറ്റവും വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഉറങ്ങുന്ന സമയത്താണ് നമ്മളുടെ ബോഡി റിപ്പയറിങ് നടക്കുകയും നമ്മളെ ബോഡി വീണ്ടും ആക്റ്റീവായിട്ട് നല്ല പ്രവർത്തനത്തിലേക്ക് വരികയുള്ളൂ. ഈ ഒരു പില്ലോ പാഡ് വെച്ച് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ ഉൽപാദനം നടക്കുകയും നല്ല ഉറക്കം കിട്ടുകയും നമ്മൾക്ക് ഗാഢനിദ്ര ലഭിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് പല പ്രോബ്ലംസും ഈ ഒരു പ്രൊഡക്റ്റിലൂടെ തന്നെ മാറ്റിയെടുക്കാം. ഒരു മാട്രസ് പാഡ് അത് നമ്മുടെ ബെഡിന്റെ മുകളിൽ വിരിച്ച് കോട്ടൺ ബെഡ്ഷീറ്റ് വിരിച്ച് രാത്രി കിടന്നുറങ്ങുക, ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വരാനും നമ്മുടെ ബോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റിലേക്ക് വരാനും രാവിലെ ഉണരുന്ന സമയത്ത് നമ്മളോട് ഫ്രഷ് ആയിട്ട് യാതൊരു ക്ഷീണവും ഇല്ലാതെ ഉണർന്നെഴുന്നേൽക്കാനും ഒക്കെ ഈ ഒരു മാട്രസ് പാഡും പില്ലോ പാഡും നമ്മളെ സഹായിക്കും. അതേപോലെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്റ്റ് ബാൻഡ്. നമ്മൾക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒരു കാര്യമാണ് കുഴഞ്ഞു വീണു മരണം എന്ന് പറയുന്നത്. അതിലേക്കൊന്നും പോവാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും യൂസ്ഫുൾ ആണ്. അതായത് നമ്മുടെ റിസ്റ്റിൽ ധരിക്കാൻ, നമ്മുടെ കയ്യിൽ റിസ്റ്റിൽ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാൽപാദം പോലെ തന്നെ ഒരു പ്രഷർ പോയിന്റ് ആണ് നമ്മുടെ റിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു റിസ്റ്റിൽ ധരിക്കുമ്പോൾ ഈ ഒരു നിയോഡൈമിയം മാഗ്നറ്റും നമ്മളുടെ ബ്ലഡിൽ അയൺ കണ്ടന്റ് തമ്മിലുള്ള ഒരു പുഷ് പുൾ ആക്ഷനിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവാനും നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷനെ സംബന്ധിച്ചുള്ള പ്രോബ്ലത്തിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം കിട്ടാനും ഒരു കാരണമാണ് ഈ ഒരു റിസ്റ്റ് ബാൻഡ്.
നമുക്ക് ക്ഷീണമില്ലാതെ നമ്മൾ ഏത് സമയത്തും ആക്റ്റീവ് ആയിട്ടിരിക്കാം. പിന്നെ നമ്മളെ കയ്യിൽ ഏത് സമയത്തും കാണുന്ന ഒരു മൊബൈൽ എല്ലാ റേഡിയേഷനുകളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണ്. അതേപോലെ ഒരു നീളം കൂടിയ ഒരു ബാൻഡ് ഉണ്ട്. അത് നമുക്ക് മൈഗ്രെയിൻ, തലവേദന പോലുള്ള പ്രശ്നത്തിന് തലയിൽ ചുറ്റി ഉപയോഗിക്കാം. മൈഗ്രെയിൻ എത്ര വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ പോലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അത് എനിക്ക് വീട്ടിൽ തന്നെ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ആരുടെ മുന്നിലും പറയാൻ പറ്റും. ആ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അറിയാം എത്രത്തോളം വിഷമമുണ്ടെന്ന്. അതിൽ നിന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് പെയിൻ കില്ലർ കഴിക്കാതെ എക്സ്റ്റേണൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങളിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ തൊണ്ടയിൽ ചുറ്റി കെട്ടിവെക്കാം. ടോൺസിലൈറ്റിസ്, തൊണ്ടവേദന, തൈറോയ്ഡ്, നമുക്കറിയാം തൈറോയ്ഡ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മളെല്ലാം കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് 1-2 മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് നോർമൽ സ്റ്റേജിലേക്ക് വരാനും നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് കറക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് വരാനും ഹോർമോൺ ഉൽപാദനം കറക്റ്റ് ആയിട്ട് നടക്കാനും നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മാറ്റം വരാനും ഒക്കെ യൂസ്ഫുൾ ആണ്. നമുക്ക് മെഡിസിനിൽ നിന്നൊരു മാറ്റം, അതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്. അതായത് നമ്മൾക്കറിയാം നമ്മളെ ശരീരത്തിൽ വെള്ളവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വെള്ളത്തിന്റെ കുറവ് ഇന്ന് നമ്മളെ പല അസുഖങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ വെള്ളം കുടിക്കുന്ന രീതി മാറി. പണ്ടത്തെ ആളുകളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായി. കിണറിൽ നിന്നും കോരിയെടുത്ത് കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും നമ്മൾ മാറി പൈപ്പില് ടാങ്കില് അടിച്ചിട്ട് അത് യൂസ് ചെയ്യുന്ന ആളുകളായി, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്ന ആളുകളായി. അതൊക്കെ നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെയായി. നമ്മളുടെ ബോഡിയിൽ 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിന് വെള്ളം അത്യാവശ്യമാണ്. അത് നമ്മൾ ഇന്ന് ഡെയിലി കുടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പല അസുഖങ്ങളിലേക്കും പോകാൻ കാരണമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഇന്ന് നമ്മളെ ബോഡിക്ക് ഇല്ലാതെയായി. കാരണം നമ്മുടെ സെല്ലുകൾ ഡെൻസിറ്റി ഉണ്ടാവും വെള്ളത്തിന്. ആ ഒരു ഡെൻസിറ്റി നമ്മളെ സെല്ലുകളിലേക്ക് അബ്സോർവ് ചെയ്യാതെ കട്ടി കൂടിയ വെള്ളമാണ് ഇന്ന് നമ്മൾ കുടിക്കുന്നത്. ഈ ഒരു വാട്ടർ എനർജി പാഡ് ചുറ്റി വെക്കുമ്പോൾ വെള്ളത്തിന്റെ ഡീക്ലസ്റ്ററിങ് നടക്കാനും വെള്ളത്തിന്റെ കട്ടി കുറയാനും മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആവാനും കാരണമാവുന്നു. ഈ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമ്മൾ ഡെയിലി നമ്മളുടെ ബോഡി വെയിറ്റിനനുസരിച്ച് 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിന് കുടിക്കുകയാണെങ്കിൽ നമ്മളെ മൗത്ത് മുതൽച്ച് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ക്ലീൻ ആവാനും, നമ്മുടെ വായ്പുണ്ണ്, ഗ്യാസിന്റെ പ്രശ്നം, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, മലബന്ധം, പൈൽസ്, കിഡ്നി, ലിവർ തുടങ്ങിയ ഒട്ടനവധി പ്രോബ്ലംസിനെല്ലാം റിസൾട്ടബിൾ ആണ് ഈ ഒരു വെള്ളത്തിന്റെ യൂസേജ് തന്നെ. നമുക്ക് സ്കിന്നിൽ പുറമേയും യൂസ് ചെയ്യാം. നമ്മൾക്ക് അലർജി, ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ല റിസൾട്ടാണ് ഈ ഒരു വെള്ളത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് അത് കറക്റ്റായിട്ട് നടക്കുകയും അതിലൂടെ നമ്മളുടെ ബോഡിക്ക് പ്രതിരോധ ശേഷി ലഭിക്കാനും നമ്മളൊരു ഇടയ്ക്കിടയ്ക്കുള്ള അസുഖത്തിൽ നിന്നൊക്കെ മാറ്റം ലഭിക്കാനും ഒരു കാരണമാണ്. ഈ ഒരു വെള്ളത്തിന്റെ ഡെൻസിറ്റി നമുക്കറിയാം, സെല്ലുകളിലേക്ക് കടക്കുമ്പോൾ ഡെൻസിറ്റി ഉള്ളത് നമ്മുടെ ചെറിയ സെല്ലുകളിലേക്കൊന്നും അബ്സോർവ് ചെയ്യില്ല. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സെല്ലുകളെ കൊണ്ട് നിർമ്മിച്ചതാണ്. സെല്ലുകൾ ആക്റ്റീവ് ആയില്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഓർഗൻസ് പ്രവർത്തനരഹിതമാവാൻ തുടങ്ങും, ബോഡി അസുഖത്തിലേക്ക് പോകാൻ തുടങ്ങും. അപ്പം ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ പച്ചവെള്ളമാണ് നമ്മൾ ഈ ഒരു ബോട്ടിലിൽ ചുറ്റിവെക്കുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മളെ ബോഡിയിൽ എത്തുമ്പോൾ നമ്മൾക്ക് ഈ ഒരു മാറ്റങ്ങളെല്ലാം ലഭിക്കും. നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് എനർജിയെ കുറിച്ചിട്ട്, മാഗ്നറ്റിക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് റിസർച്ച് പല ഗവേഷണങ്ങളും നടത്തി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ എന്ന് പറഞ്ഞാല് ഗർഭിണികൾ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ പേസ് മേക്കർ ഫിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അതേപോലെ മറ്റു ഡിവൈസുകൾ, ഇൻസുലിൻ ട്യൂബ് പോലുള്ള മറ്റു ഡിവൈസുകൾ, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ മറ്റൊരു സവിശേഷത. എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റിൽ നമ്മള് ഇലക്ട്രിക് ഉപകരണങ്ങൾ വെക്കാതിരിക്കുക. അതേപോലെ വാഷബിൾ അല്ല, നനയാതെ സൂക്ഷിക്കുക. അധികം ഹീറ്റ്, ചൂട് പറ്റാതെയും നോക്കുക. ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലാതെ നമുക്ക് ഏത് ചെറിയ 6 മാസം മുതൽച്ച് ചെറിയ കുട്ടികൾ മുതൽച്ച് വൃദ്ധര് വരെ, കുടില് തൊട്ട് കൊട്ടാരം വരെ നമുക്ക് ഉപയോഗിക്കാൻ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാല് സോറിയാസിസിന് കിട്ടിയിട്ടുള്ള, നമുക്കറിയാം സോറിയാസിസിനൊക്കെ നമുക്ക് മരുന്നുകൾ പോലും ലഭ്യമാകാതെ പല ആളുകളും ബുദ്ധിമുട്ടുന്ന പ്രശ്നമാണ്. പക്ഷെ ആ ഒരു പ്രശ്നത്തിന് പോലും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഉപയോഗ റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നം
ഒക്കെ ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. ഈ ഒരു കാല് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഒരു നോട്ടമേ നോക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇത് അനുഭവിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കാം? കാല് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പോലും മാറ്റം കിട്ടിയിട്ടുള്ളതാണ്. ഇതേപോലെ വെരിക്കോസ് വെയിൻ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാരമാണെന്നുള്ളത്, പക്ഷെ ഡേഞ്ചർ ആവുന്ന അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറയുന്നത്. ഒരു കാല് കട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റിന്റെ യൂസേജിലൂടെ ഇപ്പോൾ ആ ഒരു കാലും വെച്ച് നടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാല്, അതേപോലെ എത്ര എത്ര റിസൾട്ടുകളാണ്, നമുക്ക് എണ്ണിയാൽ തീരാത്ത റിസൾട്ടുകൾ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഇഷ്ടം പോലെ റിസൾട്ടുകൾ ഡെയിലി നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ. അതേപോലെ നമുക്കറിയാം, നമ്മളെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾക്ക് കിട്ടേണ്ട പോഷകങ്ങളൊന്നും കിട്ടാതെയായി. അതിൽ നിന്നും പല അസുഖങ്ങളിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങി. അതിനുള്ള സൊല്യൂഷന് നമ്മുടെ കമ്പനി തന്നെയുണ്ട്. അതായത് അൾട്രാ ബെറി ജ്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, രാവിലെ വെറും വയറ്റിൽ ഒരു 30 ml ഇളം ചൂട് വെള്ളത്തിൽ കലക്കി നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതായത് ബെറി പഴങ്ങളുടെ ഒരു സത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 21ഓളം സൂപ്പർ ഇൻഗ്രീഡിയൻസുകൾ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിന്റെ ഒക്കെ സത്തുകളാണ്. അപ്പോൾ അനീമിയ പോലുള്ള പ്രശ്നത്തിനും റിസൾട്ടബിൾ ആണ് നമ്മുടെ ഈ ഒരു ബെറി ജ്യൂസ്. അതുപോലെ മോർ പവർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ്, ഇതെന്ന് പറഞ്ഞാൽ ആയുഷ് സർട്ടിഫൈഡ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു കടലമണിയോളം വെറും വയറ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ ലേഹം പോലെയുള്ള ഒരു പ്രൊഡക്റ്റ് 11 വ്യവസ്ഥകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒട്ടനവധി റിസൾട്ടുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ കാർഡിയ ഹെൽത്ത്, അതേപോലെ ബ്രെയിൻ ഫങ്ഷൻസ്, കിഡ്നി ഫങ്ഷൻസ്, ലിവർ ഫങ്ഷൻസ്, അങ്ങനെ എല്ലാ വ്യവസ്ഥകളെയും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് റിസൾട്ടബിൾ ആണ്. അതേപോലെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റുകളും നമ്മുടെ പ്രൊഡക്റ്റിൽ ഉണ്ട്. അത് നമ്മൾക്കറിയാം 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഒരു പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റുകൾ. നമ്മുടെ ബ്യൂട്ടി ഹെൽത്ത്, അങ്ങനെ കുറെ ഒട്ടനവധി നമ്മൾക്ക് ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള, ഷുഗറിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഡിറ്റോക്സുകൾ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള, അങ്ങനെ അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി നമ്മളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. നമ്മുടെ ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, ടെറാ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ കൃഷിയിടങ്ങൾ, നമുക്കറിയാം നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്ന പച്ചക്കറികളെല്ലാം വിഷം ഉള്ളതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് തന്നെ ഒരു മാറ്റം വരുത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ റിസൾട്ടബിൾ ആയിട്ടുള്ള ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഓർണമെന്റ്സുകൾ, ഗീർ പശുവിന്റെ നെയ്യ്, ഇതൊക്കെ ഭയങ്കര റിസൾട്ടുകളാണ്. കൊളസ്ട്രോൾ ഒന്നും ഇല്ലാതെ നമ്മളെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അതേപോലെ സോപ്പ്, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ, എന്താ പറയാ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ നമ്മുടെ കമ്പനി നമ്മളിലേക്ക് ഓരോ പ്രൊഡക്റ്റുകളും ദിനം പ്രതി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കമ്പനി ഇബയോട്ടോറിയൻ കമ്പനി, അതായത് 30 ലക്ഷം ഹാപ്പി കസ്റ്റമർ ഉള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, ഇത് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കേൾക്കാത്തത് പുതിയ ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഇതൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, റിസൾട്ടബിൾ ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആയുഷ് മിനിസ്റ്റർ ആണ്, അതേപോലെ തന്നെ സെൻട്രൽ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി തുടങ്ങി ഒട്ടനവധി പ്രശസ്തരായിട്ടുള്ള മന്ത്രിമാര്, ഡോക്ടേഴ്സ്, ഫിലിം ആർട്ടിസ്റ്റുകള്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം ഇന്ന് ഏത് കുടില് തൊട്ട് കൊട്ടാരം വരെ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അടക്കം നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ റിസൾട്ടിലൂടെ നമ്മൾക്ക് ഇപ്പോൾ ക്ലാസ്സുകൾ എടുത്തു തരാൻ പോലും നമ്മുടെ ഡോക്ടേഴ്സ് പോലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിക്ചറുകളൊക്കെ വാങ്ങിക്കുന്നതിന്റെ, പോലീസ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ, ഏത് ഫീൽഡിലുള്ള, അതേപോലെ അവയർനെസ് പ്രോഗ്രാമുകൾ പോലീസ് സ്റ്റേഷനുകളിൽ ഒക്കെ ഇതിന്റെ അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പിക്ചറുകളാണ്. പോലീസ് ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തി പോലും കയ്യിൽ നമ്മളുടെ ഈ ബയോടെറിയത്തിന്റെ ബാൻഡാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ പോലീസ് ജീപ്പുകളിലൊക്കെ നമ്മുടെ ഒരു വാട്ടർ എനർജി പാഡ് കിട്ടിയിട്ടുള്ള, വെള്ളം പോലീസുകാരൊക്കെ നമ്മുടെ ഒരു റിസ്റ്റ് ബാൻഡ് ധരിച്ചത് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഒരു 5 ഒട്ടനവധി ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു മേഖലയിലൂടെ.
നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് നല്ലൊരു ആരോഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാം, ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ ഇന്നൊരു ഐസിയുലേക്കോ വെന്റിലേറ്ററിലേക്കോ നമുക്കറിയാം ഇന്നത്തെ അസുഖം ഏത് വിധത്തിലാണ് നമ്മളെ ബാധിക്കുക എന്ന് പോലും നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ആണ്. ജലദോഷം മുതൽ ക്യാൻസർ വരെ ഉള്ള അസുഖങ്ങൾ നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും നമ്മളുടെ കുഴഞ്ഞു വീണ് മരണം എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മളെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു അസുഖത്തിനുള്ള മരുന്നല്ല ഇത്, നമ്മളുടെ എല്ലാ വ്യവസ്ഥകളെയും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ കറക്റ്റ് ആവുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തിനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോവാം. ഒരു അസുഖമില്ലാത്ത ആളുകളായിക്കോട്ടെ, അവർക്ക് ഒരു അസുഖത്തിലേക്ക് പോവാതിരിക്കാനും, അസുഖമുള്ള ആളുകൾക്ക് അതിൽ നിന്നും നമ്മുടെ ഓർഗൻസിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ആ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നതിലൂടെ നല്ലൊരു ആരോഗ്യത്തിലേക്ക് എത്താനും കഴിയുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റുകളാണ് ഇന്ന് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ഉപയോഗത്തിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാമ്പത്തികത്തിലേക്കും എത്താൻ പറ്റുന്ന വലിയൊരു അവസരമാണ്. അതായത് ഒരു പാസീവ് ഇൻകം, നമ്മൾക്കെല്ലാം ആഗ്രഹമില്ലേ ഒരു പാസീവ് ഇൻകത്തിലേക്ക് പോവാൻ. നമ്മൾക്കറിയാം ഇന്ന് നമ്മൾ ജോലി എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളമാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് നേടാൻ പറ്റുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണ് അല്ലെ. നമ്മൾ അന്നന്ന് കിട്ടുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്കൊന്നും തികയാതിരിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഇവിടെ ഒരു ആരോഗ്യ സംരക്ഷണത്തിലൂടെ നമുക്ക് വലിയൊരു ഇൻകത്തിലേക്ക്, നമുക്ക് ആഗ്രഹിച്ചതെല്ലാം വാങ്ങിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഇൻകത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന വലിയൊരു അവസരം, ഒരു ഗ്രേറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ആളുകളാണോ നമ്മളൊക്കെ? നമ്മൾക്കറിയാം ഇന്നത്തെ ഇൻകം, നമ്മൾക്ക് അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മൾക്ക് യൂത്ത് ഒക്കെ എത്രയോ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻകത്തിലേക്ക്, ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയൊന്നും കിട്ടാത്ത അവസ്ഥയാണ്. എത്ര ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾ പോലും ചെറിയ ചെറിയ വർക്കുകൾ 10,000-നും 20,000-നും ഒക്കെ എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള വലിയൊരു അവസരമാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം 65% കുടുംബങ്ങൾക്ക് സമ്പാദ്യമില്ല, കടക്കണിയിലാണ് കുടുംബങ്ങളെല്ലാം ഇല്ലേ. നമ്മള് ഇന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞാല് ലോൺ അടയ്ക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളെ പോലെയായി മാറിയിരിക്കുകയാണ്. ഒരു കാര്യത്തിന് വേണ്ടി ലോൺ എടുക്കും, അത് വീട്ടാൻ വേറെ ഒരു ലോൺ എടുക്കും. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് മാറ്റങ്ങളിലേക്ക് പോകാം. നമ്മളുടെ ഇന്നത്തെ ഒരു ജോലിയുടെ ഒരു വരുമാനത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ബുക്കിൽ ഒരു 4 വിഭാഗമായി നമുക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ്, ഇൻവെസ്റ്റേഴ്സ്. ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയി വിഭാഗത്തിൽ പെടുന്ന ആളുകളെ നമ്മൾ നിരീക്ഷിച്ച് നോക്കിയാൽ അറിയാം നമ്മളൊക്കെ ഏത് വിഭാഗത്തിലാണെന്നുള്ളത്. നമ്മളൊന്ന് നോക്കുക. എംപ്ലോയി എന്ന് പറഞ്ഞാല് നമ്മൾ അധ്വാനിച്ച് അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ. നമ്മളെ അധ്വാനം ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ നിന്നൊരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സെൽഫ് എംപ്ലോയിയും അതേ രീതിയിൽ തന്നെ നമ്മളുടെ പ്രസന്റ് അവിടെ ആവശ്യമാണ്. നമ്മൾ അധ്വാനിച്ചാൽ നമ്മുടെ പ്രസന്റിൽ നമുക്ക് വരുമാനം കിട്ടുക, അതിനൊരു നിശ്ചിത സംഖ്യയും ഉണ്ടാവും അല്ലെ. അതാണ് ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയി വിഭാഗത്തിൽ പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ. പക്ഷെ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ, ബിസിനസ്സുകാർ, ഒട്ടനവധി ആളുകളിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് ബിസിനസ്സുകാർ എന്ന് പറഞ്ഞാല്. അതേപോലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് അവര് എന്തിലെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം മുടക്കിക്കൊണ്ട് പണം ഉണ്ടാക്കുന്ന ആളുകൾ. ഇവർക്കൊക്കെ ഒരു പാസീവ് ഇൻകത്തിലേക്ക്, അവരുടെ പ്രസന്റ് ഇല്ലെങ്കിലും അവർക്ക് വലിയൊരു ഇൻകത്തിലേക്ക് മാറാൻ പറ്റുന്ന അവസ്ഥ. നമുക്ക് എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്നുള്ള വിഭാഗത്തിൽ നിന്നും ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക്, നമ്മളെ പാസീവ് ഇൻകത്തിലേക്ക് മാറാൻ നമുക്കും ആഗ്രഹമില്ലേ? നമ്മളുടെ ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ പറ്റുന്ന ഒരു അവസരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. നമ്മളെല്ലാവരും ഈ ഒരു അവസരത്തെ അറിയാൻ പോവാണ്. ഈ ഒരു അവസരം, ഡയറക്റ്റ് സെല്ലിംഗ് മേഖല എന്ന് പറഞ്ഞാൽ കുറച്ചു മുന്നേ ഇതിനൊക്കെ പല നെഗറ്റീവുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ യൂണിയനുകളുടെയും സപ്പോർട്ടോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു കമ്പനിയുടെ, നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ഒരു ഇൻകം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് ഇനി നമുക്കൊന്ന് നോക്കാം അല്ലെ. നമ്മുടെ ഈ ഒരു ബിസിനസ് പ്ലാൻ എന്തൊക്കെയാണ്? നമ്മൾ ഈ ഒരു അവസരത്തിലേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് നമ്മൾക്ക് എത്രമാത്രം ഇൻകങ്ങളാണ് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു 8 വിധം ഇൻകങ്ങളെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതായത് റീറ്റെയിൽ പ്രോഫിറ്റ്, നമുക്ക് DP റേറ്റിൽ വാങ്ങിക്കൊണ്ട് MRPക്ക് വിറ്റുകൊണ്ട് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് നേടിയെടുക്കാം. അതേപോലെ എലിജിബിലിറ്റി ബോണസ്, സൂപ്പർ ഫാമിലി ബോണസ്, സൂപ്പർ അവയർനെസ് ബോണസ്,
സർപ്രൈസ് ബോണസ്, പെർഫോമൻസ് പിക്കപ്പ് സെന്റർ ബോണസ്, ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ബോണസ് തുടങ്ങിയിട്ടുള്ള നമ്മളുടെ ആ ഒരു ഇൻകം, അതേപോലെ തന്നെ നമ്മൾക്ക് അവിടെ തന്നെ വേൾഡ് ടൂർ പാക്കേജസ് ഉണ്ട്, നോമിനേഷൻ ഫെസിലിറ്റി. അതും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോ വർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രസന്റ് ഇല്ലെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം നമ്മളെ ഫാമിലി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെ? നമ്മുടെ ആ ഒരു വരുമാനം അവിടെ നിലച്ചു പോവാണ്. പക്ഷെ ഈ ഒരു ബിസിനസ് അവസരത്തിൽ നമ്മളില്ലെങ്കിലും നമ്മളുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കാണോ നമ്മൾ നോമിനി ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു 3 തലമുറയ്ക്ക് വരെ ആ ഒരു ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൂടെയാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെല്ലാം സ്വപ്നം കാണുന്നതാണ് അല്ലെ, ഒരു ട്രിപ്പുകൾ, ടൂറുകൾ. നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം മാറ്റി വെക്കുകയാണ്. നമ്മുടെ ഒരു അന്നു കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ ജീവിത ചെലവുകൾ തന്നെ കഷ്ടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഒരു ടൂർ പോവാനും, ഒരു വിദേശ ട്രിപ്പ്, സാധാരണ ട്രിപ്പ് തന്നെ നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പൊ ഒരു വിദേശ ട്രിപ്പ് എന്ന് പറയുന്നതൊക്കെ നമ്മൾക്ക് ആ ഒരു സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾക്ക് അതിനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. നമ്മൾ ഏതൊരു സാധാരണക്കാരനും ഒരു വിദേശ ട്രിപ്പ് സ്വപ്നം കാണാം ഈ ഒരു അവസരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. അത് നമ്മൾക്ക് എന്തായാലും സംഭവിക്കുന്നതാണ്. ഇതിന് യാതൊരു ടൈം പരിധി ഒന്നുമില്ല. നമ്മൾ എന്നാണോ ക്വാളിഫൈഡ് ആകുന്നത് അന്ന് നമുക്ക് ആ ഒരു ട്രിപ്പിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ചൊക്കെ പറയാം. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ പ്രൊഡക്റ്റുകൾ, ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കുറച്ച് പാക്കേജിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതായത് സിംഗിൾ, സെമി, ഡിലക്സ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് വാല്യൂ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് വരുമാനം കിട്ടുന്നത്. 8400 ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പാക്കേജുകൾ, റിസ്റ്റ് ബാൻഡ്, വാട്ടർ എനർജി പാഡ്, പില്ലോ പാഡ്, 36 ഒരു മാട്രസ് പാഡും കൂടെ വരുന്ന സമയത്ത് 8400 സെമി ഡിലക്സ് ഉണ്ട്. അതേപോലെ സൂപ്പർ ഡിലക്സ് ആയിട്ട് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള 9800 പ്രൊഡക്റ്റ് ഉണ്ട്. സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ട് 10700. ഇതെല്ലാം 50 PV ആണ് വരുന്നത്. ഇതിന്റെയൊക്കെ ഫാമിലി സെറ്റ് എന്ന് പറഞ്ഞാൽ 100 PV വരും. അതിന് നമ്മുടെ കമ്പനി MD അതിനൊരു ഡിസ്കൗണ്ട് കൂടെ, ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നവർക്ക് ഒരു ഡിസ്കൗണ്ട് കൂടെ തന്നിട്ടുണ്ട്. എല്ലാം 2 എണ്ണം അവൈലബിൾ ആണെങ്കിലും ഇരട്ടി വില കൊടുക്കേണ്ട ആവശ്യമില്ല. 8400 14600 മതി. 9800 16500 മതി. 10700 സിംഗിൾ പാക്കിന്, ഫാമിലി പാക്കിന് 19300 മതി. ഈ ഒരു വിധത്തിലാണ് നമ്മൾക്ക് പാക്കേജുകൾ വരുന്നത്. നമുക്ക് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടക്കാൻ ഒരു 13 PVയുടെ 3100 പ്രൊഡക്റ്റ് എടുത്തിട്ട് പോലും നമ്മൾക്ക് ഈ ഒരു വലിയ, നമ്മൾ സ്വപ്നം കാണുന്ന കോടികളിലേക്ക് എത്താൻ ഒരു 3100. നമുക്കറിയാം ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്രമാത്രം വരുമാനം, എത്രമാത്രം പൈസ ആവശ്യമാണെന്നുള്ളത്. ആ ഒരു സ്ഥാനത്ത് നമ്മൾ ഈ ഒരു കോടീശ്വരന്മാരിലേക്കൊക്കെ എത്താൻ വെറും ഒരു 3100 പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരാം. നമ്മൾ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരാൻ നമ്മൾക്ക് ആവശ്യമുള്ള, നമ്മുടെ ശരീരത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള, ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട്, നമ്മുടെ ആരാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് നമ്മളുടെ ഐഡികളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 10 ID നമ്പർ നമുക്ക് ഈ ഒരു കമ്പനി നമുക്ക് തരുന്നതായിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്, നമ്മൾ വിതരണാവകാശം നമ്മുടെ കമ്പനി നമുക്ക് തരികയാണ്. അതിലൂടെ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യാൻ പറ്റും. അന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം, നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് സത്യസന്ധമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ നമുക്ക് വലിയൊരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അതിന് വേണ്ടത് നമ്മളെ ബന്ധുവിനോ സുഹൃത്തിനോ ഈ നല്ലൊരു അവസരം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾക്ക് പറ്റും. നമ്മളെ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ ജീനിയസ് വിന്നേഴ്സ് ടീമാണ് ലെഫ്റ്റും റൈറ്റുമായിട്ട്. നമ്മുടെ ജീനിയസ് സൈഡിൽ ഒരു 100 PV, അതായത് നമ്മുടെ നേരിട്ടുള്ള സ്പോൺസർഷിപ്പിലൂടെ നമ്മുടെ ജീനിയസിലും വിന്നേഴ്സിലും ഓരോ പർച്ചേസ് നടന്നിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതൊരു 13 PVയുടെ ആയാലും മതി. ആ വിധത്തിൽ ഒരു 100 PV ജീനിയസ് സൈഡിലും 50 PV വിന്നർ സൈഡിലും, ഇത് വിന്നർ സൈഡിലും ജീനിയസ് സൈഡിലും മാറി വന്നാലും കുഴപ്പമില്ല. ഒരു 150 PV നമ്മൾക്ക് ആദ്യം തന്നെ ആ ഒരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കമ്പനിയുടെ ആദ്യത്തെ ആ ഒരു വരുമാനം, ക്രൈറ്റീരിയ ബോണസ്, ഒരു PVക്ക് 8 രൂപ 80 പൈസ നിരക്കിൽ നമുക്ക്
50 PV മാച്ച് ചെയ്തുകൊണ്ട് 440 രൂപ നമ്മൾക്ക് ആദ്യത്തെ വരുമാനമായിട്ട് ലഭിക്കും. നമ്മുടെ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ജോലി എടുക്കുന്ന സമയത്ത് നമുക്ക് മാസത്തിലായിരിക്കില്ല ഇൻകം. പക്ഷെ ഇവിടെ നമുക്ക് ദിവസവും 2 നേരം നമ്മുടെ കമ്പനി വരുമാനം തരികയാണ്. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല്. അതായത് 5 AM മുതൽ 5 PM വരെ, 5 PM മുതൽ 5 AM വരെയാണ് നമ്മളുടെ ആ ഒരു ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഡേ സൈക്കിളും നൈറ്റ് സൈക്കിളും. ഇതൊരു ഓരോ കട്ട് ഓഫിൽ നമുക്ക് ബിസിനസ് വരുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻകം നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾക്ക് നല്ലൊരു ടീമിലൂടെ ഈ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും പറ്റും. ആ ഒരു MPV എന്ന് പറഞ്ഞാൽ മാച്ചിങ് പോയിന്റ് വാല്യൂ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കമ്പനി നമ്മളിലേക്ക് വരുമാനം തരുന്നത്. ആദ്യത്തെ വരുമാനം പറഞ്ഞു ക്രൈറ്റീരിയ ബോണസ്, നമ്മുടെ സൂപ്പർ അവയർനെസ് ബോണസ്. അതായത് ഞാൻ പറഞ്ഞു ഒരു PVക്ക് 8 രൂപ 80 പൈസ നിരക്കിൽ 50 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 440 രൂപ. 100 PV ആണ് മാച്ച് ചെയ്ത്. ഇതിനൊരു ടൈം പരിധി ഇല്ല. ഇന്ന് ഒരു ഭാഗത്ത് ജീനിയസ് സൈഡിൽ വന്നു, അടുത്ത ഏത് ദിവസമാണോ വിന്നേഴ്സ് സൈഡിൽ വരുന്നത് അത് മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻകം ഇതിനൊരു ടൈം പരിധി ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 880 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇതിന് ഒരു പരിധി ഉണ്ട്, എത്ര കിട്ടും. ഒരു കട്ട് ഓഫിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം എന്ന് പറയുന്നത് 1000 PV മാച്ച് ചെയ്യുന്നതിന്റെ ഒരു ഇൻകം 8800 രൂപ ഒരു കട്ട് ഓഫിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ദിവസം 2 കട്ട് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 17600 രൂപ നമുക്ക് 1 ഡേ വാങ്ങിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയാണ്. പിന്നെ നമ്മളുടെ കമ്പനിയുടെ മാത്രം പ്രത്യേകത എന്ന് പറയുന്ന മറ്റൊരു ബോണസ് സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയും. നേരത്തെ ഒരു PVക്ക് 8 രൂപ 80 പൈസ ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു PVക്ക് 59 രൂപ 40 പൈസ എന്നുള്ള നിരക്കിലാണ്. അപ്പോൾ 50 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 2970 രൂപ നമുക്ക് കിട്ടും. ഇതിന് ഒരു ടൈം പരിധി ഉണ്ട്. അതായത് ഒരു കട്ട് ഓഫിൽ തന്നെ വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേകത. 2 ഭാഗത്തും ബിസിനസ് ഒരു കട്ട് ഓഫിൽ മാച്ച് ചെയ്ത് വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇൻകം കിട്ടുക. അപ്പൊ 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5940 രൂപ നമുക്ക് ഒരു കട്ട് ഓഫിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു സൈക്കിളിൽ, അപ്പൊ 2 സൈക്കിളിലും കൂടെ 11880 രൂപ നമുക്ക് ലഭിക്കും. ഇപ്പൊ സൂപ്പർ ഫാമിലി ബോണസും സൂപ്പർ അവയർനെസ് ബോണസും കൂടെ നമുക്ക് 29480 രൂപ ഒരു ദിവസം. നമുക്കറിയാം ഇന്ന് എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണെന്നുള്ളത് അല്ലെ. 15000-നും 20000-നും ഒക്കെയാണ് ഇന്ന് ഓരോ ആളുകൾ ജോലി എടുക്കുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 29480 രൂപ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു ഇൻകം വാങ്ങിച്ചെടുക്കാൻ നമ്മൾക്ക് വേണ്ടത് വെറും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രം, അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ ബിസിനസിന്റെ വരുമാനം 4ാമത്തെ ദിവസം നമ്മുടെ പേ ഔട്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഒരു ദിവസം 29480 രൂപയാണെങ്കിൽ നമ്മൾക്ക് ഒരാഴ്ചയിൽ നമ്മൾക്ക് എത്രമാത്രം വരുമാനം? 2,06,360 രൂപ. ഒരു മാസത്തിലാണെങ്കിൽ 8,84,400 രൂപ. അപ്പോൾ നമുക്കൊരു കോടീശ്വരനാവാൻ, ഒരു വർഷം കൊണ്ട് നമുക്ക് കോടീശ്വരനാവാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഒരു വർഷം കൊണ്ട് നമുക്ക് ഇങ്ങനെ പോയാൽ പോലും നമുക്ക് 1,07,60,200 രൂപ നമുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ കേൾക്കുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ടൂറുകൾ അല്ലേ, നമ്മുടെ ടൂറുകൾ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു അവസരത്തിലേക്ക് കൂടെ നമ്മുടെ കമ്പനി നമ്മളെ കൊണ്ടുപോവാണ്. തായ്ലാന്റ് ട്രിപ്പ്, ഇത് ഇന്ന് വരുന്ന ഒരാൾക്ക് പോലും അച്ചീവ് ചെയ്യാം. ഇതിനൊരു ടൈം പരിധി ഇല്ല. എന്നാണോ നമ്മളുടെ ആ ഒരു ലോയൽറ്റി ബോണസ് 15000 ലോയൽറ്റി റിവാർഡ് പോയിന്റ് നമ്മുടെ ബിസിനസ് ആയിട്ട് വരുന്നത്, അന്ന് നമ്മൾക്ക് ഈ ഒരു ടൂറ് പോകാൻ പറ്റുന്നതാണ്. അതായത് ഒരു 3 ലക്ഷം രൂപ നമ്മൾ ഇൻകം വാങ്ങിച്ചെടുത്താൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം കിട്ടുന്ന ബോണസ്, ഒരു ഫാമിലി ബോണസ് 6820 രൂപ ഒരു 44 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു
ടൂറിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ കമ്പനി എത്ര വലിയ ദുബായ് ട്രിപ്പുകൾ തുടങ്ങിയിട്ടുള്ള ട്രിപ്പുകളൊക്കെ നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അപ്പൊ അതേപോലെ ടീം റീപർച്ചേസ് ബോണസ് ഉണ്ട്. ടീം റീപർച്ചേസ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയിൽ ഒരു സെൽഫ് റീപർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു ഇൻകം കൂടെ നമ്മുടെ കമ്പനി നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. ടീമിലൂടെ വരുന്ന ആ ഒരു റീപർച്ചേസ് ബോണസ് ഇൻകത്തിലൂടെ നമ്മുടെ ഐഡിയിൽ ഒരു സെൽഫ് റീപർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വരുമാനം നേടാം. അതായത് 0.25 MPക്ക് നമ്മുടെ സെൽഫ് റീപർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീമിൽ വരുന്ന ആ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ഒരു കട്ട് ഓഫിൽ 63,000, ഇത് ഇപ്പോൾ 65,000 ആയിട്ടുണ്ട്. ഒരു PVക്ക് 630 ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു കട്ട് ഓഫിൽ ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 100 PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 63,000 65,000 ആയിട്ടുണ്ട്. അത് നമുക്ക് 2 കട്ട് ഓഫിലും കൂടെ ഒരു ദിവസം 1,26,000 1,30,000 വരെ ഇപ്പോൾ നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത്. നമുക്ക് എത്രമാത്രം വാങ്ങിയെടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് വാങ്ങിയെടുക്കാം. വാങ്ങിയെടുത്തിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. കേരള ബയോടൂറിയം കമ്മ്യൂണിറ്റിയുടെ അപ്കമിങ് കോർബദീസ് ആണ് ഇപ്പോൾ ഇവിടെ. ഇതില് നമ്മുടെ ഡെന്നി സാർ കോർബദി ആയിക്കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ആന്റണി സാറും അതേപോലെ ഷാജി സാറും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ബെന്നി സാർ തുടങ്ങിയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ കോടിപതിയിലേക്ക് ചുവട് വെക്കാൻ പോകുന്ന ആളുകളാണ്. നമ്മൾ വിചാരിക്കും ഇതിൽ നിന്ന് കോടി കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മനോജ് സാറ്, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് KBCയുടെ നമ്മുടെയൊക്കെ എന്താ പറയാ, നമ്മളൊക്കെ ദൈവതുല്യനായിട്ട് കാണുന്ന നമ്മുടെ മനോജ് സാറ്, ഈ സാറിലൂടെയാണ് നമ്മളിലേക്കൊക്കെ ഈ ഒരു അവസരം നമ്മുടെ കൈകളിലേക്ക് വന്നിട്ടുള്ളത്. കേരള ബയോടൂറിയം കമ്മ്യൂണിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള മനോജ് സാർ 10 മാസം കൊണ്ടാണ് ഒരു കോടീശ്വരനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ മുന്നിൽ കാണുന്ന തെളിവുകളാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും എല്ലാം ഒരു കുടക്കീഴിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന വലിയൊരു അവസരത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കേട്ടിട്ടുള്ളത്. ഇനി തീരുമാനം നമ്മളുടേതാണ്. നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതേപോലെയാണ് നമ്മളുടെ ഭാവി. നല്ലൊരു തീരുമാനം എല്ലാവർക്കും എടുക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഒരു അവസരം എനിക്ക് ഇന്നത്തെ ഒരു BOP എടുക്കാൻ അവസരം തന്നിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് ഈ ഒരു അവസരം തന്നിട്ടുള്ള ഗ്രേറ്റ് ലീഡർ ഷാജി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ഒരു പ്രപഞ്ച ശക്തിക്ക് എന്നിലേക്ക് ഈ ഒരു അവസരം കൊണ്ടുവന്ന എന്റെ ആരോഗ്യവും അതേപോലെ സാമ്പത്തികവും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും, എന്റെ കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു മാഡം. സ്ക്രീൻ ഒന്ന് ഒഴിവാക്കുക. ഓക്കെ. താങ്ക് യു. താങ്ക് യു മാഡം. അപ്പം നമുക്ക് എല്ലാവർക്കും കുറഞ്ഞ സമയം കൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ മാഡം ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റും പ്രൊജക്റ്റും നമ്മളെ പരിചയപ്പെടുത്തി. നമുക്കറിയാം, ഒരു ദിവസം പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട് ഈ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ. അതാണ് നമുക്ക് ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് മാഡം പറഞ്ഞു തന്നത്. അപ്പൊ മാഡത്തിന് എല്ലാവരും ഒരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കുക, നന്ദി അറിയിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്കിവിടെ മാഡം പറഞ്ഞു തന്നു, ഒത്തിരി റിസൾട്ടുകൾ പറഞ്ഞു തന്നു. അപ്പൊ അതില് നമുക്കൊക്കെ സംശയം ഉണ്ടാവും. ഇപ്പൊ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ഇത് സത്യമാണോ, ഇത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൽ കൂടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കൊരു 2 പേരെ മാത്രം ഈ ഒരു റിസൾട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുക. അപ്പൊ ആദ്യമായിട്ട് സുനിൽ സാർ, എറണാകുളം. സാറിനെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിൽ കിട്ടിയ റിസൾട്ട് പങ്കുവെക്കാൻ വേണ്ടി വളരെയധികം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സുനിൽ സാർ. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? യെസ് സാർ. വീഡിയോ ഞാൻ ഓൺ ചെയ്യണില്ല. എൻ്റെ പേര് സുനിൽ എന്നാണ്. എറണാകുളം സ്വദേശിയാണ്. എനിക്കിപ്പോൾ അടുത്തൊരു റിസൾട്ട് കിട്ടിയത് ഞാൻ പറയാം. ഞാൻ ഈ ഡിസംബർ 10 ഞങ്ങൾ ശബരിമലക്ക് പോയിരുന്നു. അപ്പൊ 1 വർഷത്തോളമായി ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതെ 3 ബ്ലോക്ക്, 60-70-80% ബ്ലോക്ക് ഉള്ള വ്യക്തിയാണ്. അതിനുശേഷമാണ് ഞാനിത് ശരിക്കും പറഞ്ഞ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി.
അപ്പൊ അതിനുശേഷം നമ്മൾ റിസൾട്ട് ഒരു 10 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഷുഗർ, കൊളസ്ട്രോള്, തൈറോയ്ഡ്, ഒരുവിധമുള്ള അസുഖങ്ങളെല്ലാം ഒഴിവായി. ഒരു ടാബ്ലറ്റ് പോലും ഞാൻ കഴിക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഈ മലക്ക് പോകാനായിട്ട് ശബരിമല കയറ്റം എന്ന് പറഞ്ഞാൽ ഒരുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും. ഫസ്റ്റ് തന്നെ കയറുന്നത് 1.5 കയറ്റമാണ് അത്. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, വാട്ടർ എനർജി പാഡ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പമ്പയിൽ വെച്ച് നമ്മ കുളിച്ച് ബലിയിട്ടതിന് ശേഷം ആണ് ഈ മല കയറുന്നത്. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് നമ്മ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മ റിസ്റ്റ് ബാൻഡ് അഴിച്ചു വെച്ചിരുന്നേച്ചി. അത് ഞാൻ കെട്ടിയെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കയറിയത്. പക്ഷെ കയറണ ആ സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോക്കും എനിക്ക് കിതപ്പും ഇതും ഭയങ്കരമായിട്ട് വന്നു. അപ്പൊ ഞാൻ സാമിനോട് തന്നെ പറയുന്നത്, ദൈവമേ ഇങ്ങനെ പോയി എനിക്ക് മല കയറാൻ പറ്റൂലെന്ന് അറിയാം, അത്ര കയറ്റമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കയ്യിലേക്ക് നോക്കിയപ്പോ എന്റെ റിസ്റ്റ് ബാൻഡ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം റിസ്റ്റ് ബാൻഡ് കൈയൊക്കെ തുടച്ച് നമ്മ കെട്ടി. ഞങ്ങൾ 9 പേരാ പോയത്. അപ്പൊ അതിൽ ഏറ്റവും പ്രായം കൂടുതൽ എനിക്കായിരുന്നു. ബാക്കിയുള്ളവര് 30 വയസ്സ് 35 വയസ്സുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ വാട്ടർജിപ്പേടയിൽ നിന്ന് നമ്മുടെ വെള്ളം അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ഒരു 2 മിനിറ്റിനുള്ളിൽ ആ കിതപ്പൊക്കെ കറക്റ്റായി. പിന്നെ എന്റെ കൂടെ വന്നു കഴിഞ്ഞ 2 ശാന്തിമാരായിരുന്നു. അപ്പൊ ആ ശാന്തിമാർ അവിടെ നിൽക്കണായിരുന്നു. അവർക്കും ഈ വാട്ടർജിപ്പേടിലെ വെള്ളം കൊടുത്തപ്പോ അവര് പെട്ടെന്ന് പറഞ്ഞ് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടിയിൽ വെച്ച് ഇതാണ് ഇന്ന് എല്ലാവർക്കും കൊടുത്തില്ലെന്ന് വെച്ചാൽ, പക്ഷെ അവർക്ക് അതിനെ കുറിച്ച് പറഞ്ഞൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങളുടെ കിതപ്പം മാറിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല. കരിമല കയറ്റം എന്ന് പറഞ്ഞ കഠിനമ്പന്നയ്യപ്പ എന്ന് എല്ലാവർക്കും അറിയാം, അത്ര മലകയറ്റമാണ്. ആ സമയത്ത് എന്റെ കൂടെ വന്നാക്കുന്ന എല്ലാവരും കിതച്ച് അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയും പൈനാപ്പിൾ വാങ്ങിച്ചിരിക്കണാണ്, തണ്ണിമത്തം വാങ്ങിച്ചു കഴിക്കണ്. പക്ഷെ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പൊ എന്റെ കൂടെ 2 മക്കളുണ്ടായിരുന്നു, മൂത്ത ആളും ഇളയാളും. 6 വയസ്സായവനൊക്കെ റിസ്റ്റ് ബാൻഡ് അവൻ കയ്യിൽ നിന്ന് ഒഴിവാക്കൂല. അവന് ഫുൾ ടൈമും അത് കെട്ടിയിട്ടാണ് ഞങ്ങൾ 3 പേരും കയറിയത്. പക്ഷെ കയറ്റം ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ക്ഷീണമില്ലാതെയൊക്കെ നമ്മൾ പോയി. പക്ഷെ ഇറങ്ങണ സമയത്ത് പെട്ടെന്ന് ഒരാള് 1 വർഷത്തിനുള്ള ആദ്യം കയറുന്ന സമയത്ത് ആ കാലിൽ പെയിനൊക്കെ ഉണ്ടാവും. അത് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോഴാണ് ആ മഹാത്മ്യം മനസ്സിലായി ശരിക്കും പറഞ്ഞു. എന്ന് പറഞ്ഞ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഭയങ്കര 100-ൽ 110% എനിക്ക് ഉണ്ടായിരുന്നു. എനിക്കൊരു കുഴപ്പമില്ലാതെ കയറാൻ പറ്റും. പക്ഷെ ഞാൻ മറന്നുപോയത് കാരണമാണ് എനിക്ക് ആ ഇത് വന്നത്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, റിസ്റ്റ് ബാൻഡ് കയ്യിലുണ്ടായിട്ട് അത്രയും കിതപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും കയറാൻ പറ്റൂല. അപ്പൊ ഡോളിക്ക് കൊണ്ടുകൊണ്ട് വരും. ഡോളി എന്ന് പറഞ്ഞാൽ 3000-3500 രൂപക്കാണ് ഡോളിക്ക് ആൾക്കാർ ചുമന്നുകൊണ്ട് പോകുന്നത്. പക്ഷെ ആ ഒരു 2 മിനിറ്റ് ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിരുന്നു. അപ്പൊ നമ്മുടെ റിസ്റ്റ് ബാൻഡ് അത്രയും ഞങ്ങളുടെ ടീമിലേക്ക് ഞാൻ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ. അപ്പൊ ഇപ്പൊ വന്നതിന് ശേഷം 2-3 ദിവസം ഇളയ മോനി പനിയുള്ളത് കാരണം ആ പനി എനിക്കും പിടിച്ച്. അതാണ് ഞാനിപ്പോ വീഡിയോ ഓൺ ചെയ്യാത്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ വണ്ടിയിൽ വെച്ച് അവർക്ക് ഡെമോൺസ്ട്രേഷനെ കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലായി മൊബൈലിലെ റേഡിയേഷനും ഇതും. പിന്നെ അതേപോലെ തന്നെ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങിപ്പോകുന്നത് വരെ അവർ പറഞ്ഞു. സാധാരണ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഈ വാട്ടർ എനർജി പാഡ് കെട്ടി വെച്ച് ആ വെള്ളം ഇറങ്ങിപ്പോകുന്നത് ആ സമയത്ത് കിതച്ച് നിൽക്കുന്ന ആ സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ വക്കിൽ വന്ന് നിൽക്കുന്ന ആ പൊസിഷനാണ് ഫസ്റ്റ് കയറുന്നത്. അവിടെയാണ് ഡോളിക്കാർ കാത്തിരിക്കുന്നത്. നമ്മ ഇപ്പൊ ചത്തുവെന്ന് പറയുമ്പോഴാണ് ഡോളിയിൽ ആൾക്കാർ കയറുന്നത്. അപ്പൊ അവിടെ വെച്ച് എനിക്ക് കിട്ടിയ ആ ഒരു അനുഭവം അത് ഞാൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ഞാനിപ്പോ വർക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലാവരോടും പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഷായി സാറും പ്രീതി മേഡം ഒക്കെയാണ്. അപ്പൊ അവരാദ്യം ഇതിൽ വർക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് റിസൾട്ട് കിട്ടി, ഞാൻ കൊടുത്ത ആൾക്കാർക്ക് റിസൾട്ട് കിട്ടി. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഇറങ്ങിയത്. ഏകദേശം 1 വർഷത്തോളം ആയിരുന്നാലും ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് കൂടുതൽ എനിക്ക് ഇപ്പൊ ഈ ബിസിനസ്സിൽ, നമ്മുടെ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറെ പേര് എന്റെ അസോസിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ എനിക്ക് ഇനി അവസരം തന്ന നമ്മുടെ ഈ ഷായി സാറിനും പ്രീതി മേഡത്തിനും ഈ ബയോട്ടോറിയത്തിന്റെ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.
നമ്മൾ കേട്ടു ഈ പ്രൊഡക്റ്റിന്റെ അല്ലെ, നമുക്കറിയാം ഒരു കോൺഫിഡൻസ്, അത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റിലുള്ള സാറിന്റെ ആ ഒരു വിശ്വാസം തന്നെയാണ് സാറിന് വളരെ ലളിതമായിട്ട് കരിമല കയറ്റം, കഠിനമുള്ള ആ കയറ്റം പോലും വളരെ ഈസി ആയിട്ട് കയറി അമ്പലത്തിൽ പോയി തൊഴുത് സാറിന് തിരിച്ചു വരാൻ സാധിച്ചത്. ഇനിയും ഈ പ്രൊഡക്റ്റ് നല്ലപോലെ ഉപയോഗിച്ച് ആയുരാരോഗ്യം സാറിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. ഇനി നമുക്ക് ഒരാളെ കൂടെ വിളിക്കാം. ചേലേമ്പ്ര സ്വദേശിയായിട്ടുള്ള ദിൽജ മാഡം. മാഡത്തിന് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിൽ കിട്ടിയ റിസൾട്ടിന് വേണ്ടി വളരെയധികം സ്നേഹത്തോടെ മാഡത്തിനെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ദിൽജ മാഡം. ഓക്കെ, താങ്ക് യു മാഡം. എൻ്റെ പേര് ദിൽജ എന്നാണ്. എൻ്റെ സ്ഥലം ചേലേമ്പ്ര. എന്നെ ഈ ഒരു അവസരം പരിചയപ്പെടുത്തിയത് ഗിരീഷ് ബാബു സാറും ഷിൽജ മേഡാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത്, എനിക്ക് വെരിക്കോസ് ഉണ്ടായിരുന്നു, നന്നായിട്ട് അത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം എനിക്ക് ലഭിച്ചു. കറക്റ്റ് പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് അതിന്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പീരീഡ്സ് സമയത്തൊക്കെ നന്നായിട്ട് പെയിൻ ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു. പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു, അതൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും നല്ല നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. കണ്ണിനെ കാഴ്ച ശക്തി കിട്ടിയിട്ടുണ്ട്. അലർജി പ്രശ്നത്തിന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഇന്ന് പറഞ്ഞാൽ തീരൂല, അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇന്ന് വളരെയധികം സന്തോഷവതിയാണ്. നമ്മളിലൂടെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ? അപ്പൊ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. നല്ല നല്ല റിസൾട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്ന് ഈ സൂമിൽ കയറിയ എല്ലാവരും ഇവിടെ എനിക്ക് പറയാനുള്ളത്, പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് തന്നെ കറക്റ്റ് ചെയ്താൽ നമുക്ക് നല്ല നല്ല ഹൈ റിസൾട്ട് കിട്ടുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു റിസൾട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് അവസരം തന്ന എൻ്റെ ലീഡേഴ്സിനോട് നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭ നിദ്ര നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു ദിൽജ മാഡം. അപ്പൊ മാഡത്തിന് കിട്ടിയ റിസൾട്ട് നമുക്കറിയാം അല്ലെ? കാരണം ഇത്രയും നല്ല നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ എത്രത്തോളാണോ നമ്മുടെ വായു കിട്ടിയിട്ടില്ലെങ്കിൽ മരിച്ചു പോകുന്ന എല്ലാവർക്കും അറിയാം. അതേ രീതിയിൽ തന്നെ ഉള്ളതാണ് മാഗ്നറ്റിക് എനർജി. അപ്പൊ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാതിരിക്കുകയും അതുവഴി നമുക്ക് ഒത്തിരി അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ നമ്മൾ ജനങ്ങളിലേക്ക്, നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഒരു അറിവായിട്ട് പകർന്നു കൊടുക്കുക. നല്ലൊരു സമൂഹത്തെ ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ട് സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതേപോലെ തന്നെ എനിക്കൊരു മൈഗ്രെയിൻ മാറിയ റിസൾട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ആ റിസൾട്ടാണ് എനിക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുകയും ഒരുപാട് കുടുംബങ്ങളിലേക്ക് എനിക്ക് കിട്ടിയ റിസൾട്ട് അതേപോലെ തന്നെ മറ്റൊരാൾക്കും കിട്ടട്ടെ എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞാനിതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തതും ഒരുപാട് കുടുംബങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ട് എനിക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിൽ പുതിയ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരാണോ ഈ ഒരു പുതിയ, അതായത് നമുക്കറിയാം ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും സംശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആ ഒരു സംശയം നമ്മൾ ആരാണോ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് ആ ലീഡറുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് BOP സെന്ററുകളിൽ ആ ലീഡറെയും കൂട്ടിയിട്ട് അവരുടെ ഒപ്പം വന്ന് കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് 9 മണിയായി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറ് ആയിരുന്നു വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് വരേണ്ടത്. സാറിന് യാത്രയിലായതുകൊണ്ടാണ്, സാറിന് ഇന്ന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന പ്രീതി മാഡത്തിന് എല്ലാവരുടെയും KBCന്റെയും നേതൃത്വത്തിൽ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ദിൽജ മാഡം, സുനിൽ സാറിനും KBCയുടെ പേരിലും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ നമുക്ക് ഈ ഒരു സൂം പ്രോഗ്രാം ഇന്നിവിടെ
അനുവദിച്ചു തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ പ്രീതി മാഡം പറയുണ്ടായി 10 മാസം കൊണ്ട് 1 കോടിയും ഇപ്പം നമുക്ക് 3.5-4 വർഷം കൊണ്ട് 3.5 കോടി ഏൺ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ശക്തമായ ടീമിനെ നമ്മുടെ KBCയുടെ അതായത് ഈ ബയോട്ടോറിയം കേരളത്തിലേക്ക് കൊണ്ടുവരികയും അതിന്റെ ജൈത്രയാത്ര അതായത് തുടരുകയും ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി എന്ന് തന്നെ പറയാം. ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിന് ഒത്തിരി നന്ദി പറയുന്നു. അതേപോലെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആ ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഡോക്ടർ സാഗർ ജോഷി സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം.